ഒരു സാധാരണ മുസ്ലിമിന് പോലും അയാൾ മുസ്ലിമായി ജീവിക്കണമെങ്കിൽ കുറെ അധികം അറിവുകൾ അയാൾ നേടേണ്ടതുണ്ട്. ഓരോ ദിവസവും അയാൾ 5 നേരം നിസ്കരിക്കണം. ആ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന അറിവ് കേവലമായ ചില മന്ത്രങ്ങളോ ഉച്ചാരണങ്ങളോ പാരായണങ്ങളോ മാത്രമല്ല. ആ നിസ്കാരം നിർവഹിക്കാൻ ആവശ്യമായ വുളൂ, ശുദ്ധീകരണം എങ്ങനെയാണ് വരുത്തേണ്ടത്? രോഗകാരണമായോ വരൾച്ച കൊണ്ടോ വെള്ളം ലഭിക്കാതിരുന്നാൽ അയാൾ നിർബന്ധമായ നിസ്കാരം നിർവഹിക്കാൻ ഉള്ള പകരക്രിയ എന്താണ്? അങ്ങനെ ഒരു സാധാരണ വിശ്വാസിയായ മനുഷ്യൻ അവന്റെ നിത്യജീവിതത്തിൽ നിർവഹിക്കേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ തന്നെ ഒരുപാട് അറിവുകൾ അവനിൽ ആവശ്യമാണ്. അതുമാത്രമല്ല, എല്ലാ മനുഷ്യർക്കും പ്രകൃതിപരമായി ഉണ്ടാകുന്ന കാര്യങ്ങളിലും മതത്തിൻ്റെതായ വീക്ഷണമുണ്ട്. പ്രാഥമികാവശ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഒഴിച്ചുകൂടാനാവാത്ത കാര്യമാണ്. അവിടെ മറ്റെല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇസ്ലാമിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. മാലിന്യങ്ങളെ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത്? ഒരാൾ ടോയ്ലറ്റിൽ പോയാൽ അയാളുടെ ശുദ്ധീകരണ പ്രക്രിയ എങ്ങനെയായിരിക്കണം? ഏതു വിധേനയാണ് അയാൾ ശുദ്ധീകരണം നടത്തേണ്ടത്? ഒരിക്കൽ ഈജിപ്തിലെ ജാമിഉൽ അസ്ഹറിൽ യൂറോപ്യന്മാരായ ചില സഞ്ചാരികൾ വന്നു. അവർ പള്ളിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കുറെ ദർസുകൾ കാണുന്നു. അവർ ഒരു ദർസ് നന്നായി ശ്രദ്ധിച്ചു. എന്താണ് അവിടുത്തെ അധ്യാപകൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? നോക്കിയപ്പോൾ വെള്ളത്തിന്റെ ഇനങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ശുദ്ധീകരണത്തിന് യോഗ്യമായ വെള്ളം, മലിനമായ വെള്ളം, മാലിന്യം കലർന്ന വെള്ളം, ആളുകൾ അംഗശുദ്ധി വരുത്താൻ ഉപയോഗിച്ച വെള്ളം, ഇങ്ങനെ വെള്ളത്തെ വ്യത്യസ്തമായി കാറ്റഗറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ വേർതിരിച്ചു പറയുന്ന ഒരു പ്രയോഗം. ആ യൂറോപ്യന്മാരായ ആളുകൾ ചോദിച്ചു, ഇത്രയും വിശദമായി മനുഷ്യന്റെ നിത്യോപയോഗത്തിലെ വെള്ളത്തെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ആരാണ് പഠിപ്പിച്ചു തന്നത്? ഞങ്ങൾ യൂറോപ്യന്മാർ അംഗശുദ്ധിക്ക് വേണ്ടി കൂടുതൽ വെള്ളം ഉപയോഗിക്കാത്തവരാണ്. ടിഷ്യൂവും മറ്റും ഉപയോഗിച്ചുകൊണ്ട് പോകുന്നവരാണ്. ഇത്രമേൽ വിശദമായി മനുഷ്യൻ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ഇനങ്ങളെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ആരാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവാചക പ്രഭു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളാണ്, അതിന്റെ വ്യാഖ്യാനങ്ങളാണ്. അതിലാണ് ഈ വെള്ളത്തിന്റെ ഉപയോഗങ്ങളും പ്രയോഗങ്ങളുമെല്ലാം പറയുന്നത്. അവർ അത്ഭുതപ്പെടുകയും ഇസ്ലാമിനെ വിശദമായി പഠിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് അതിന്റെ തുടർച്ച. ഞാൻ പറഞ്ഞു വന്നത്,
ഒരു സാധാരണ മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ ഒരുപാട് അറിവുകൾ ആർജിക്കേണ്ടതുണ്ട്. അത് വേറെ ഒരു മതത്തിലും ഇത്രമേൽ അറിവുകൾ നേടാനില്ല. രാവിലെ ഉണർന്നെഴുന്നേറ്റ് ആദ്യം വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ഒരു മതവിശ്വാസിയുടെ ആചാരപ്രകാരം എങ്ങനെയാണ് പ്രവേശിക്കേണ്ടത് തുടങ്ങി രാത്രിയിൽ കിടന്നുറങ്ങാൻ നേരം ഒരാൾ ഏതു സൈഡിലേക്ക് ചരിഞ്ഞു ഉറങ്ങലാണ് ഉത്തമം. ഇനി ഉറങ്ങിയതിനു ശേഷം ഒരാൾ ഇടയിൽ ഞെട്ടിയുണർന്നാൽ അയാൾക്ക് ചൊല്ലാൻ വല്ല മന്ത്രങ്ങളും ഉണ്ടോ? ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്ന വിശദമായ വൈജ്ഞാനിക ധാരയാണ് ഇസ്ലാം. ഇസ്ലാമിക വിജ്ഞാനീയം എന്ന് പറഞ്ഞാൽ കുറെ ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ചു പോവുക എന്നതല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ച വൈജ്ഞാനിക അധ്യാപന രീതി ഒരു ഗുരുവിനെ ജീവിതവും അറിവും കൊണ്ട് അവതരിപ്പിക്കുകയും അതിൽ നിന്ന് ഒരു സംഘം ആളുകൾ അറിവും സംസ്കാരവും പഠിക്കുകയും ചെയ്യുക എന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിൽ അക്കാലത്തെ സ്വഹാബികൾക്ക് ദർസ് തുടങ്ങി. ആ ദർസിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക്, പള്ളിയിൽ താമസിച്ചു പഠിക്കുന്ന ആളുകൾക്ക് പറഞ്ഞിരുന്ന പേര് അഹ്ലു സുഫ, സുഫയുടെ അഹ്ലുകാർ എന്നാണ്. ആ ചെറിയ മക്കളൊക്കെ ഒന്നിങ്ങോട്ടിരുന്നാൽ അവർക്ക് നല്ലൊരു സമ്മാനമൊക്കെ കൊടുക്കണം. ആ ചെറിയ മക്കളൊക്കെ ഒരു സ്ഥലത്തുനിന്ന് ഇരുന്നാല് അവര് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് പഠിക്കുകയും ചെയ്യും. സദസ്സിൽ ഇങ്ങനെ നല്ലൊരു അച്ചടക്കം ഉണ്ടാവുകയും ചെയ്യും. ചെറിയ മക്കളൊക്കെ ഇരിക്കും, ഇടയ്ക്ക് ചെറിയ ചോദ്യമൊക്കെ ചിലപ്പോൾ ചോദിക്കും. ഉത്തരം പറഞ്ഞാൽ സമ്മാനമൊക്കെ കൊടുക്കാം. ആ ചെറിയ മക്കളൊക്കെ നല്ല ചിട്ടയിലിരുത്തിയാല് നല്ല മക്കളാണ്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. രണ്ട് ലോകത്തും സന്തോഷിക്കാൻ പറ്റുന്ന മക്കളാക്കട്ടെ. ചെറിയ മക്കളൊക്കെ നാളെ ഇവിടുത്തെ നേതാക്കന്മാരും ഈ മദ്രസയിൽ പഠിച്ചു വളരേണ്ട വലിയ പ്രതിഭാശാലികളൊക്കെയാണ്. മോന്റെ പേരെന്താ? അയാൻ മുഹമ്മദ്. നല്ല ശ്രദ്ധിക്കണം കേട്ടോ. അവ മക്കളൊക്കെ ഇരുന്നാല് നല്ല കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ മക്കള് അല്ലാഹു തആല തരുന്ന വലിയ അനുഗ്രഹമാണ് മക്കള്. ആ മക്കള് സ്വാലിഹീങ്ങളാവുക എന്നത് വലിയ സൗഭാഗ്യമാണ്. മക്കളെ ഇൽമിന്റെ മജ്ലിസിൽ അതബോടെ ഇരുന്ന് കേട്ട് മനസ്സിലാക്കി നാട്ടിലും വീട്ടിലും ഒക്കെ നന്മ പകർന്നു തരേണ്ട മക്കളാണ്. അൽഹംദുലില്ലാ. പുതിയ കാലത്തെ കുട്ടികൾക്ക് സാങ്കേതികമായി നല്ല വിജ്ഞാനമുണ്ട്. കാര്യങ്ങൾ വേഗം അവർ മനസ്സിലാക്കും. അവര് പഴയ കാലത്തെ കുട്ടികളെക്കാൾ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണ്. ചെറിയ കാലം കൊണ്ട് ലീഡേഴ്സ് ആവുന്ന കാലമാണ്. അപ്പോൾ അൽഹംദുലില്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ നടത്തിയ ദർസിൽ സ്ഥിരമായി പങ്കെടുത്ത ആളുകളാണ് അഹ്ലു സുഫ, സുഫയുടെ അഹ്ലുകാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം അവർ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിക്ഷണം അവർ അനുഭവിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അധ്യാപനം കേവലം ടെക്സ്റ്റ് ബുക്കിലെ ഇൻഫർമേഷനുകളല്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين
ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനം നൽകിയിരിക്കുന്നു. എങ്ങനെയാണ്? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെയുള്ള ഒരു റസൂലിനെ അവർക്ക് നിയോഗിച്ചു കൊടുക്കുക വഴി. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നിയോഗിച്ചു കൊടുത്തത്? യത്ലൂ അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കാൻ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവർക്ക് പാരായണം ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത്. അത് മാത്രമല്ല, വയുസക്കീഹിം, അവരെ സംസ്കരിക്കാൻ വേണ്ടിയാണ്. ഈ സംസ്കരണ പ്രക്രിയ എവിടെ നടക്കുക? കോളേജുകളിലല്ല. ഈ സംസ്കരണ പ്രക്രിയ അഹ്ലുസ് സുഫയിലാണ്, ദർസിലാണ്. നമ്മുടെ പാരമ്പര്യ വിജ്ഞാനത്തിന്റെ പള്ളി ദർസുകളിൽ അധ്യാപനത്തെക്കാൾ കൂടുതൽ ആത്മീയമായ പകർത്തലുകളാണ്. ആത്മീയമായി പകർന്നു കൊടുക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധമായ ഇസ്ലാമിക വിജ്ഞാന ലോകത്തെ കർമ്മശാസ്ത്രത്തിന്റെ നിദാനശാസ്ത്രം പറയുന്ന ഗ്രന്ഥങ്ങളിൽ വിശ്വപ്രസിദ്ധമായ അൽ ജംഉൽ ജവാമിഅ്, ജംഉൽ ജവാമിഅ് എന്ന കിതാബ് രചിച്ച ഇമാം താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു, അവിടുത്തെ പിതാവും ഗുരുവര്യനുമായ അശ്ശൈഖുൽ ഇമാം എന്ന മഹാനവറുകൾ പരിചയപ്പെടുത്തുന്ന ഇമാം തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഉപ്പയിൽ നിന്ന് ജീവിതത്തെ പകർത്തുകയാണ്, ഗുരുവര്യരിൽ നിന്ന് ജീവിതത്തെ മനസ്സിലാക്കുകയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ബിരുദം ഏതാണ്? ഒരുപാട് ബിരുദങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, മതബിരുദങ്ങൾ. കാലക്രമേണ അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാഖവിമാർ, സഖാഫിമാർ, ഫൈസിമാർ, ദാരിമിമാർ, ഒരുപാട് ബിരുദങ്ങളുള്ള കാലമാണ്. എന്നാൽ ഏറ്റവും ഉയർന്ന ബിരുദം ഏതാണ്? സ്വഹാബി എന്ന ബിരുദമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർസിൽ പഠിച്ച മുതഅല്ലിമീങ്ങൾക്ക് കിട്ടിയ ബിരുദമാണ് സ്വാഹിബു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളാണ്. ആ സ്വഹാബിയാകണമെങ്കിൽ പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ ഒടുക്കം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേൾക്കണമെന്നില്ല. വിശുദ്ധമായ ഖുർആനിന്റെ തഫ്സീറുകൾ മുഴുവനും പാരായണം ചെയ്യണം എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ നിശ്ചിത ദീർഘകാലം കൂടണമെന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ വിശ്വാസിയായി ഒരു നിമിഷമുണ്ടായാൽ മതി, പിന്നെ ഈമാനോടെ മരണപ്പെടണമെന്നേ നിബന്ധനയുള്ളൂ. വഹുവ സ്വഹാബി. ഈ വിജ്ഞാനത്തിന്റെ പാരമ്പര്യമാണ് പള്ളി ദർസുകൾ പകർന്നു നൽകുന്നത്. ആ പാരമ്പര്യത്തിലൂടെയാണ് നമ്മുടെ മലബാറിൽ മുഴുവനും ഈ വലിയ വിജ്ഞാന മുന്നേറ്റങ്ങളെല്ലാം ഉണ്ടായത്. ഇവിടെ പള്ളി ദർസുകൾ സജീവമായപ്പോഴാണ്. കാരണം അത് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നിന്ന് പകർന്നു വന്നതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുമ്പോൾ ഒരുപാട് സംഘങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് വന്നു. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യമനിൽ നിന്ന് ഒരു സംഘം വരുന്നുണ്ട്.
ഹും അറഖു അഫ്ഇദാ, അവർ നല്ല മൃദുല ഹൃദയമുള്ള ആളുകളാണ്. അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മത്തു യമാനിയാ, ഈമാൻ യമനികമാണ്, ഹിക്മത്ത് അഥവാ തത്വജ്ഞാനം യമനിലാണ്. അവരുടെ ലീഡർ നല്ല ലീഡറാണ്. അവരുടെ കൂട്ടത്തിലുള്ള നല്ല ഒരാളാണ് അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമൻകാരെ പ്രത്യേകം പ്രശംസിച്ചു. ആ യമനികളായ ആളുകൾ മദീനത്തെ പള്ളിയിലെ ദർസ് അതേ മോഡൽ തന്നെ കൊണ്ടുപോയി യമനിൽ സ്ഥാപിച്ചു. ഇന്നും യമനിലെ ഹളറമൗത്തിലും സൻആയിലും ഇബ്ബിലും അദനിലും എല്ലാം ചെന്നു നോക്കിയാൽ, സബീദ് പോലെയുള്ള സ്ഥലങ്ങളിൽ ചെന്നു നോക്കിയാൽ അവിടെയെല്ലാം റിബാത്തുകൾ അഥവാ പള്ളി ദർസുകൾ ഉണ്ട്. നേരത്തെ ഇവിടെ അസ്ലം സഖാഫി ഓർമ്മപ്പെടുത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് 599ാമത്തെ ട്വീറ്റ് ഇന്ന് നിങ്ങളുടെ പലരുടെയും മൊബൈലിൽ വന്നിട്ടുണ്ടാവും. ഇന്ന് എഴുതിയിട്ടുള്ളത് യമനിൽ നിന്ന് വന്ന സംഘത്തെ കുറിച്ചാണ്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പള്ളി ദർസ് മദീനയിൽ നിന്ന് പകർന്നെടുത്ത് യമനിൽ കൊണ്ടുവന്നു. ആ യമനിൽ നിന്ന് മഹാന്മാരായ അഹ്ലുബൈത്ത് ആ പള്ളി ദർസിനെ അപ്പടി തന്നെ മലബാറിലേക്ക് കൊണ്ടുവന്നു. ജിഫ്രി തങ്ങന്മാർ, ശിഹാബ് സാദാത്തുക്കൾ, ബുഖാരി തങ്ങന്മാർ, ബാലവി സാദാത്തുക്കൾ തുടങ്ങിയുള്ള മഹാന്മാരെല്ലാം അതേ പള്ളി ദർസുകൾ മമ്പുറത്തും കോഴിക്കോടും കുഞ്ഞിപ്പള്ളിയിലും എല്ലാം കൊണ്ടുവന്ന് ദർസുകൾ പരമ്പരയായി സ്ഥാപിച്ചു. ആ പള്ളി ദർസിൽ നിന്ന് ഉയർന്നു വന്ന മഹാന്മാർ കേരളത്തിൽ വലിയ വൈജ്ഞാനിക മുന്നേറ്റം നടത്തി. നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കണം. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് 20 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളുണ്ട്. അതിൽ 85 ലക്ഷം മുസ്ലിമീങ്ങളെ കേരളത്തിൽ താമസിക്കുന്നുള്ളൂ. 85 ലക്ഷം മുസ്ലിങ്ങളാണ് കേരളത്തിൽ. യുപിയിൽ മാത്രം 4.5 കോടി മുസ്ലിങ്ങളുണ്ട്. 6 അറബ് രാജ്യങ്ങളിലും കൂടി ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് GCC 5.6 crore. 5.6 കോടി ജനങ്ങളാണ് 6 അറബ് രാജ്യത്തും കൂടിയുള്ളത്. 4.5 കോടി മുസ്ലിമീങ്ങളുണ്ട് യുപിയിൽ. 19 കോടിയിലേറെ മുസ്ലിങ്ങൾ കേരളത്തിന് പുറത്താണ് ഇന്ത്യൻ മുസ്ലിങ്ങൾ താമസിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ മുഴുവനും ഇന്ന് പ്രതിസന്ധികൾ നേരിടാനുള്ള കാരണം എന്താണ്? ശരിയായ പാരമ്പര്യപരമായ വിജ്ഞാന വഴിയിലൂടെ ആലിമീങ്ങൾ നയിക്കാനില്ല എന്നതാണ് നോർത്ത് ഇന്ത്യൻ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം. അവിടെയാണ് നമ്മുടെ ഈ നാട്ടിൽ 4 പതിറ്റാണ്ടിലേറെയായി പള്ളി ദർസ് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ വലിയ അഭിമാനം തോന്നി. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. ഈ പള്ളി ദർസ് വലിയ ഒരു സംസ്കാരമാണ്. ഒരു സംഘം ആളുകളെ തർബിയത്ത് ചെയ്യുന്നു. രാവും പകലും നിരീക്ഷിച്ച് കുട്ടികളെ അവരുടെ ജീവിത ചിട്ടകൾ ശരിയായ വിധത്തിൽ കൊണ്ടുവരുന്നു. അടിസ്ഥാന വിജ്ഞാന ശാഖകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അവരെ നാളെ ഫത്വ കൊടുക്കാൻ പറ്റുന്ന ആലിമീങ്ങളാക്കി വിടുന്നു. അറിയുമോ, ഈ പവിത്രമായ മാസം ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കുന്ന മാസമാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആരാണ്? അതാ 40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ഇമാമുന ശാഫിഈ തങ്ങൾ ജനിച്ചത് ഗസയിലാണ്, ഫലസ്തീനിലെ ഗസയിൽ.
അവിടെ നിന്ന് ഉമ്മ മകനെ കൈപിടിച്ച് നടന്നു. എവിടേക്ക്? മക്കയിലേക്ക്. അമ്മാവന്മാര് താമസിക്കുന്ന മക്കയിലേക്ക്. മക്കത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് ഓതാനാക്കി മകൻ മുഹമ്മദ് ബിൻ ഇദ്രീസിനെ. 7 വയസ്സായപ്പോൾ ഖുർആൻ മനഃപ്പാഠമാക്കി. 10 വയസ്സായപ്പോൾ 10,000-ലേറെ ഹദീസുകൾ മനഃപ്പാഠമാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മകന് ഉപരിപഠനം നടത്താനുള്ള അന്നത്തെ ഏറ്റവും വലിയ സ്ഥലം മദീനത്തെ പള്ളിയിലാണ്. ആ മദീന പള്ളിയിലെ മുദർരിസാരാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലെ മുദർരിസാണ്. ചെറിയ മുത്തഅല്ലിമീങ്ങൾ അവിടെ കുറവാണ്. അറിയുമോ പ്രിയമുള്ളവരെ, അവിടെ ഉന്നത പണ്ഡിതന്മാർക്കുള്ള ദർസ് നടക്കുന്ന സ്ഥലമാണ്. മദീനത്തെ പള്ളിയിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള മുത്തഅല്ലിമുകളുണ്ട്. വലിയ വലിയ ആലിമുകൾ അവരുടെ ഫിനിഷിംഗ് സ്കൂളായി, ഫിനിഷിംഗ് ദർസായി കാണുന്ന ദർസാണ്. ഈ 10 വയസ്സുള്ള മോന് അവിടെ അഡ്മിഷൻ കിട്ടുമോ? ഇനി കുട്ടികളോട് സംസാരിക്കാം അല്ലേ? ഷാഫി ഇമാമിന്റെ പേരെന്താ നമ്മൾ പറഞ്ഞേ? ഇമാമുന ഷാഫി തങ്ങളുടെ പേരെന്താ? ഷാഫി ഇമാമിന്റെ പേരറിയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു? കുട്ടികള് അറിയുന്ന ആരുണ്ടോ? ഒരു സമ്മാനം തരും പറയുന്ന. ഇവിടെ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടും കേട്ടോ. ഇനി ഒരു ചാൻസ് കൂടെ. അപ്പോൾ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന് അഡ്മിഷൻ കിട്ടാൻ എന്തു ചെയ്യണം? മക്കയിലെ ഗവർണർ മദീനയിലെ ഗവർണർക്ക് ഒരു കത്തെഴുതി. ഈ കത്തുമായി വരുന്ന 10 വയസ്സുള്ള മോൻ പഠിക്കാൻ നല്ല ഉഷാറായ കുട്ടിയാണ്. അതുകൊണ്ട് ഇമാം മാലിക് തങ്ങളുടെ ദർസിൽ ചേരാൻ അവസരം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഇമാമുന ശാഫിഈ തങ്ങൾ 10 വയസ്സുള്ള മുഹമ്മദ് ബിൻ ഇദ്രീസ് മദീനയിൽ ചെന്ന് മദീന ഗവർണറുടെ കയ്യിൽ ഈ കത്ത് കൊണ്ടുകൊടുത്തു. ഈ കത്ത് കൊടുത്തപ്പോൾ മദീന ഗവർണർ പറഞ്ഞു, ഇമാം മാലിക് ബിൻ അനസ് എന്ന വലിയ പണ്ഡിതന്റെ അടുക്കൽ ശുപാർശ ചെയ്യാനാണ് ഞാൻ പോകേണ്ടത് അല്ലേ? അതാണ് പണ്ഡിതന്മാർക്കുള്ള സ്ഥാനം മദീന ഗവർണറുടെ ഈ സംസാരത്തിലുണ്ട്. നമ്മൾ പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഇമാമും താൽക്കാലിക മുദരിസും വന്ന് കണ്ടുപോയി. മാഷാ അല്ലാഹ്, മർഹബൻ ബിക്കും. അപ്പോൾ പണ്ഡിതന്മാർക്ക് അന്നേ സമുദായം കൽപ്പിച്ച സ്ഥാനം അറിയണം. ഇത് പുതിയ കാലത്ത് നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു മദീനയിൽ ദർസ് നടത്തുമ്പോൾ മദീന ഗവർണർക്ക് ഒരു ലെറ്റർ എഴുതി. മക്കയിലെ ഗവർണർ ഈ വരുന്ന കുട്ടിക്ക് മദീനത്തെ ദർസിൽ അഡ്മിഷൻ കൊടുക്കണം. അത് ഇമാം മാലിക് തങ്ങളുടെ അടുക്കൽ നിങ്ങൾ പറഞ്ഞ് ശരിയാക്കണം. മദീനയിലെ ഗവർണർ കത്തിങ്ങനെ നോക്കി. ഇമാം മാലിക് തങ്ങളുടെ അടുക്കൽ പോയി ശുപാർശ ചെയ്യാനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ മദീനയിൽ നിന്ന് കാൽനടയായി മക്കയിലേക്ക് എത്തണം എന്നായിരുന്നു മക്കയിലെ ഗവർണർ എഴുതിയതെങ്കിൽ എനിക്കത് എളുപ്പമായിരുന്നു. ഇമാം മാലിക് തങ്ങളുടെ അടുക്കൽ പോകാൻ എനിക്ക് ബേജാറാണ്. അത്ര വലിയ പദവിയുള്ള പണ്ഡിതനാണ് അവിടുന്ന്. ബേജാറുണ്ട്. പക്ഷേ ഈ ദൗത്യം നിർവഹിക്കണം. അത്ര വലിയ ആദരവാണ് അന്ന് ആലിമീങ്ങൾക്ക് നൽകിയത്. ഏത് കാലമാണ്? താബിഉകളുടെ കാലമാണ്. ഇമാം മാലിക് ബിൻ അനസ് തങ്ങൾ താബിഉത്താണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു താബിആണ്. താബിഉ എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ കണ്ടിട്ടുള്ളവരാണ്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു
14 സ്വഹാബികളെ കണ്ടിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെയും ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരുപാട് മഹാന്മാരെ കണ്ട നേതാവാണ് ഇമാമു ദാരിൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. ആ ഇമാം മാലിക് തങ്ങളുടെ വീട്ടിലേക്ക് മദീനയിലെ ഗവർണർ ചെന്നു. വീടിന് കോളിംഗ് ബെൽ അമർത്തി, അല്ലെങ്കിൽ അവിടെ വിളിച്ചു. ഇമാം മാലിക് തങ്ങളുടെ പള്ളിയിൽ ഒരു പ്രത്യേകമാനവരുടെ വീട്ടിൽ ഒരു പ്രത്യേക ചിട്ടയുണ്ട്. ഒരാൾ വന്ന് വാതിൽ മുട്ടിയാൽ ആദ്യം വീട്ടിലെ സെർവന്റാണ് പുറത്തേക്ക് വരിക. സെർവന്റ് വന്നിട്ട് ചോദിച്ചു, ആരാണ് വന്നത്, എന്തിനാണ് വന്നത്? അപ്പോൾ പറഞ്ഞു, മദീനയിലെ ഗവർണറാണ്, അവിടുത്തെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇമാം മാലിക് തങ്ങൾ പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചു, എന്തേ കാര്യം? പറഞ്ഞു, മക്കയിൽ നിന്നൊരു ചെറിയ മോൻ വന്നിട്ടുണ്ട്, അവിടുത്തെ ദർസിൽ പഠിപ്പിക്കണം, അതിനുവേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, ഇൽമിന്റെ അഹ്ലുകാർക്ക് വേണ്ടി ഇങ്ങനെ ഭരണാധികാരികൾ കത്തെഴുതുന്ന കാലം വന്നുപോയല്ലോ, വല്ലാത്തൊരു പ്രയാസം തന്നെ. എന്നാലും ആ മോനെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. മോനോട് ചോദിച്ചു, മോനെ പേരെന്താണ്? പേര് മുഹമ്മദ് എന്നാണ്. എന്താണ് പേര്? ശാഫിഈ ഇമാം തങ്ങളുടെ പേര് മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്നാണ്. അപ്പോൾ പേര് മുഹമ്മദ് എന്നാണ്. മോനെ അമക്കിയുൻ അന്താ, മോൻ മക്കയിൽ നിന്നാണോ വരുന്നത്? അതെ, മക്കയിൽ നിന്നാണ് വരുന്നത്. അഖുറശിയുൻ അന്താ, മോൻ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ആളാണോ? അതെ. ഇത് മൂന്നും നല്ല ലക്ഷണങ്ങളാണ്. പേര് മുഹമ്മദ് എന്നാണ്, തറവാട് ഖുറൈശിയാണ്, അതുപോലെ തന്നെ മക്ക എന്ന് പറയുന്ന വഹി ഇറങ്ങിയ നാട്ടിൽ നിന്ന് വരികയാണ്. ഇത് മൂന്നും നല്ല ലക്ഷണമാണ്. അതുകൊണ്ട് നാളെ പള്ളിയിൽ വെച്ചു കാണാം. അപ്പോൾ പണ്ഡിതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്വഹാബികൾ നേരിട്ട് ഇൽമ പഠിച്ചു. ആ സ്വഹാബികളിൽപ്പെട്ട പ്രമുഖനായ പണ്ഡിതനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ. ആ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളിൽ നിന്ന് നേരെ ഇൽമ പഠിച്ച മഹാനാണ് നാഫിഉ റളിയല്ലാഹു അൻഹു. ആ നാഫിഉ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നേരെ ഇൽമ പഠിച്ച ശിഷ്യനാണ് ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. മദീനയിൽ ചെന്ന് ജന്നത്തുൽ ബഖീഇൽ പ്രധാന കവാടത്തിലൂടെ കടന്ന് അതാ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ഖബർ സിയാറത്ത് ചെയ്ത് ഒരു 4 അടി മുന്നോട്ട് വെച്ചാൽ രണ്ടുപേരും ചേർന്ന് അവിടെ കിടക്കുന്നുണ്ട്. ആരാണ്? നാഫിഉ റളിയല്ലാഹു അൻഹുവും ഇമാം മാലിക് തങ്ങളും ഉസ്താദും ശിഷ്യനും ചേർന്ന് അവിടെ കിടക്കുന്നുണ്ട്. ഇസ്ലാമിക വിജ്ഞാനം എന്ന് പറഞ്ഞാൽ കേവലം കിതാബിൽ നിന്ന് പഠിക്കുന്ന വിജ്ഞാനമല്ല, അതൊരു അനുഭൂതിയാണ്, അതൊരു അനുഭവമാണ്. കേവലം വാചകങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുമ്പോൾ അവിടുത്തെ കസ്തൂരിയുടെ ഗന്ധം അനുഭവിക്കുന്ന വിജ്ഞാനമാണ്. ശബീഹുക ബദറുൽ ലൈലി ബൽ അൻത അൻവറു വവജുക മിൻ മാഇൽ മലാഅതി യസ്ഹറു വസുലുസുക കാഫൂറുൻ വറുബുക അംബറു വഖുമുസുക യാഖൂതുൻ വബാഖീക ജൗഹറു. ഓ പ്രിയമുള്ളവരെ, ശബീഹുക ബദറുൽ ലൈൽ, രാത്രിയിലെ പൂർണ്ണചന്ദ്രനെ പോലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ്
സ്വലാത്ത് ഉഷാറാവണം. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ, ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14-ാം നിലാവ് പോലെയാണ്. അല്ല ബൽ അന്ത അൻവറു, അതിനേക്കാൾ പ്രഭാവമുള്ളവരാണ്. അല്ലയോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ശബീഹുക ബദറുൽ ലൈലി ബൽ അന്ത അൻവറു വവജൂക മിമ്മാഇൽ മലാഅതി യസ്ഹറു വസുലുസുക കാഫൂറുൻ വറുബുക അംബറു. അവിടുത്തെ മുഖം നോക്കിയാൽ എന്തൊരു തെളിമയാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വർണ്ണിക്കുന്ന എത്ര ഹദീസുകളാണ്. ഓ മുഅ്മിനീങ്ങളെ, ലോകത്തൊരു നേതാവിൻ്റെയും സൗന്ദര്യം ഒരു വിജ്ഞാന ശാഖയല്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം ഒരു വിജ്ഞാന ശാഖയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം ഒരു വിജ്ഞാന ശാഖയാണ്. ആ വിജ്ഞാന ശാഖയിൽ ലോകപ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുവിന്റെ അശ്ശമാഇലുൽ മുഹമ്മദിയ്യ. എല്ലാ തിങ്കളാഴ്ചയും സാധുക്കളായ ഞങ്ങൾ നൂറുകണക്കിന് വരുന്ന മുഈനകൾക്ക് അശ്ശമാഇലുൽ മുഹമ്മദിയ്യ ഓതിക്കൊടുക്കുന്നുണ്ട്. എല്ലാ കൊല്ലവും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഏകദേശം ഒരു 3500ഓളം മുഈനകൾ അശ്ശമാഇലുൽ മുഹമ്മദിയ്യ മുഴുവനും ഓതി. 415 ഹദീസുകൾ ആണ് മുഴുവനും ഉള്ളത്. അതിൽ എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യം ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 6-7 തീയതികളിൽ അജ്മീറിൽ വെച്ചുകൊണ്ട് മുഈനികളുടെയും മുഈനകളുടെയും സനദ് ദാനം നടക്കുന്നു. മുഈനികൾക്ക് ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ സ്വഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ വചനങ്ങളാണത്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖകമലം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നല്ല നിലാവുള്ള രാത്രിയിൽ ഞങ്ങളുടെ പണി എന്താണെന്നറിയുമോ? ആകാശത്തെ അമ്പിളിയിലേക്ക് നോക്കും, എന്തൊരു കാന്തിയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്തേക്ക് നോക്കും, എന്തൊരു ശോഭയാണ്. എന്നിട്ട് ഞങ്ങൾ പറയും, അബ്ഹാമിനൽ ഖമരി താമ്മി യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, അക്കാണുന്ന പൂർണ്ണചന്ദ്രനേക്കാൾ പ്രഭ തങ്ങളുടെ മുഖത്തിനാണ്. ചമൻ ചമൻ കദിൽ കശി ഗുലോം കഹി വശബനമി വൈതന പ്യാര നാമു ഹേ നബി 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 നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം വേറൊരാളെയും ചേർത്തു പറയാനില്ലാത്ത സൗന്ദര്യമാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുന്ന വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റൈൽ അല്ല, കേവലം ഒരു ക്ലാസും പാഠപുസ്തകവുമല്ല, ഗുരുവര്യനിൽ നിന്ന് അറിയുകയാണ്. അവിടെയാണ് നമ്മളെ ദർസിന്റെ മൂല്യം അറിയേണ്ടത്. ഇമാം മാലിക് തങ്ങൾ മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തുന്നു. ദർസ് നടത്തുമ്പോൾ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് വായിച്ചാൽ അപ്പോഴേക്ക് പൊട്ടിക്കരഞ്ഞുപോയി. അപ്പോൾ ശിഷ്യന്മാര് ചോദിക്കും, എന്താണിങ്ങനെ? എന്താണിങ്ങനെ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് മുഖത്തിന്റെ നിറം മാറിപ്പോയല്ലോ, ശരീരത്തിന്റെ ഘടന മാറിപ്പോയല്ലോ, വാക്കുകൾ മുറിഞ്ഞു പോയല്ലോ, കണ്ടമിടറിപ്പോയല്ലോ. എന്തേ പറ്റിപ്പോയി എന്ന് ഗുരുവര്യരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മക്കളെ, മറ്റൊന്നുമല്ല, എന്റെ ഉസ്താദുമാർ അങ്ങനെയാണ്. എന്റെ ഉസ്താദായ മുഹമ്മദ് ബിനുൽ മുൻകദിർ തങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവനായി ഖൽബിലേക്ക് വരും. ജഅഫർ ഇബ്നു മുഹമ്മദ് എന്ന ഗുരുവര്യർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ രക്തം മുഴുവനും വറ്റിയതുപോലെ, നാവ് അനങ്ങാത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനം വരും. അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ കേവലം വായിച്ചർത്ഥം വെച്ച് പോകലല്ല, അനുഭവിക്കലാണ്. ഞാൻ സഹീഹു തുർമുദി, സുനനു തുർമുദി, ബറേലി ഷരീഫിലെ ബഹുമാനപ്പെട്ട ഒരു വലിയ പണ്ഡിതനിൽ നിന്ന് ഒരിക്കൽ കേൾക്കാൻ വേണ്ടി പോയി. ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങളുടെ മൻസറെ ഇസ്ലാമിൽ തുർമുദി ഷരീഫ് ദർസ് നടത്തുന്ന പണ്ഡിതന്റെ മുമ്പിൽ തുർമുദി ഷരീഫ് കേൾക്കാൻ വേണ്ടി പോയി. വളരെ വിനയമുള്ള പണ്ഡിതൻ, കാലങ്ങളായി അവ്വൽ ജമാഅത്ത്, അവ്വൽ തക്ബീർ മുടങ്ങാത്ത മുഫ്തി സ്വാലിഹ് സാഹിബ്, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഒരു സഹീഹുൽ സുനനു തുർമുദി അങ്ങ് വായിച്ചു തുടങ്ങുമ്പോൾ ആലില പോലെ വിറയ്ക്കുകയാണ്. ഇരിപ്പുറയ്ക്കുന്നില്ല, ചൊല്ലുറയ്ക്കുന്നില്ല. കാരണം അവരുടെ ഖൽബിലേക്ക് വരുന്നു. ആരാണ്? മദീനയുടെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഖൽബിലേക്ക് വന്നുപോയി, അവരുടെ ഓർമ്മയിലേക്ക് വന്നുപോയി, അവരുടെ ചിന്തയിലേക്ക് വന്നുപോയി. ഇങ്ങനെയുള്ള അനുഭവമാണ് ദീനീ വിജ്ഞാനം, കേവലം വായനയല്ല. ആ അനുഭവമാണ് ഇമാമുന ശാഫഈ തങ്ങൾക്ക് കിട്ടിയത്. ശാഫഈ ഇമാം തങ്ങളുടെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് കിട്ടിയത്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ശിഷ്യനായ ഇമാം ബുഖാരി, സഹീഹുൽ ബുഖാരിയുടെ കർത്താവായ ഇമാം ബുഖാരി തങ്ങൾക്ക് കിട്ടിയത്. അവിടെ നിന്നാണ് ഇമാം തുർമുദി തങ്ങൾക്ക് കിട്ടിയത്.